ഇത്രയേറെ മലക്കമറിയുന്ന അവസരവാദിയായ ഒരു പാർട്ടി ഭൂലോകത്തുണ്ടാവില്ല. നിലനിൽപ്പിന്റെ ഭാഗമായി ഒരു നിലപാടുമില്ലാത്ത പാർട്ടിയായി മാറി കമ്മികളും അവരുടെ പാർട്ടിയും. ഇതേ കമ്പനി നേതാവ് ബ്രിട്ടാസ് അല്ലേ മാതാ അമൃതാനന്ദമയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയി ഇന്റർവ്യൂ ചെയ്തത്? എന്നിട്ട് എന്തായി? കുറ്റങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ മാപ്പ് പറയേണ്ടതല്ലേ? ചുംബിച്ചാൽ അവരെ ആരാധിക്കുന്നവർ തെറ്റൊന്നും കാണില്ല. നിങ്ങൾ ചുംബിച്ചതും നിങ്ങളെ ചുംബിച്ചതും കമ്മ്യൂണിസ്റ്റുകാരുടെ കടപ്പുറം സുധാമണി തന്നെയല്ലേ? അതോ മാറ്റം വലതും ഉണ്ടായിട്ടുണ്ടോ? CPM എന്നൊരു പാർട്ടിയുടെ അധപ്പതനമാണ് ഈ കാണുന്നത്. ഹിന്ദുക്കളെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇപ്പോൾ നിലനിൽപ്പിനു വേണ്ടി അന്ത്യശ്വാസം വലിക്കുന്ന പാർട്ടി. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കുന്നു, സുകുമാരൻ നായരെ കാലുപിടിക്കുന്നു. ഇതേ പാർട്ടിയാണ് സുകുമാരൻ നായർക്ക് പോപ്പ് സുഗു എന്ന അപരനാമം നൽകിയത്. ഇന്നലകളിൽ ആൾ ദൈവങ്ങൾ എന്ന് പരിഹസിച്ച അമ്മയുടെ അടുത്ത് പോയി സംസ്ഥാനത്തെ CPM മന്ത്രി കെട്ടിപ്പിടിച്ച് മുത്തം വയ്ക്കുന്നു. ഉളുപ്പുണ്ടോ? കുറച്ചെങ്കിലും അന്തസ്സുണ്ടോ? മാനാഭിമാനമുണ്ടോ? എന്നിട്ട് അവസാനം ഒരു ഡയലോഗും, നിങ്ങൾ മതത്തിലേക്ക് പടരുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് ചുരുങ്ങുന്നു എന്ന്. ഇക്കണക്കിന് സുഖിപ്പിക്കാൻ നടന്നാൽ പിണറായി വിജയൻ കൂടി വെറും ദിവസങ്ങൾക്കുള്ളിൽ മാതാ അമൃതാനന്ദ അമ്മയുടെ ഉമ്മ വാങ്ങാനും കൊടുക്കാനും പോകുമായിരിക്കും. കാരണം നിലനിൽപ്പല്ലേ പ്രശ്നം. ഭൂമിയിൽ ഇത്രയധികം നിലപാടില്ലാത്ത വർഗം ഈ പാഴ് ജന്മങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വെള്ളം ചേർത്ത് ആത്മീയവാദത്തിലേക്ക് CPM നടന്നു കയറുകയാണ്. അയ്യപ്പ സംഗമം കഴിഞ്ഞ് പുതിയ ആടവിനി കാണാം. ഒരു കാലത്ത് അമ്മയെ കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ അമ്മയെ ആദരിക്കാൻ ശ്രമിക്കുന്നു. UN പ്രസംഗത്തിന്റെ സിബിൽ ജൂബിലിയാണ് ആദരം. കൈരളിയിൽ വന്ന പഴയ ഇന്റർവ്യൂ അമ്മ മറന്നാലും വിശ്വാസികൾ മറക്കാൻ വഴിയില്ല. സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സെമറ്റിക് ആളുകൾക്ക് ദൈവം എവിടെയോ ഇരിക്കുന്ന ഭയപ്പെടേണ്ടവനാണ്. സ്വർഗം നരകം കൊടുക്കുന്ന അധികാര കേന്ദ്രം. പക്ഷേ ഞങ്ങൾ ഭാരതീയർക്ക് ദൈവം നമ്മൾ കണ്ടെത്തേണ്ട സത്യമാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളുടെ വിധി നിർണയിക്കുന്നത്, അല്ലാതെ ദൈവമല്ല. കഥാപുസ്തകങ്ങളിലെ അല്ലാഹുവിനെയും യഹോവയെയും യേശുവിനെയും അയ്യപ്പനെയും ഒക്കെ ആരാധിക്കുന്നവരെ ടോളറേറ്റ് ചെയ്യുന്നവരും ഒക്കെയാണ് ആൾ ദൈവം എന്ന നിലയിൽ മാതാ അമൃതാനന്ദമയെ അപഹസിക്കുന്നത് എന്നതാണ് തമാശ. കേരളത്തിൽ ഇവർ ചെയ്യുന്നത്ര ജനസേവനം മറ്റാരും ചെയ്യുന്നതായി അറിവില്ല. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും അമ്മയായി കാണുന്നത് അയാളുടെ സംസ്കാരം. സ്വന്തം അമ്മയുടെ അനിയത്തെ പോലും അമ്മയായി കാണാത്തതും നിങ്ങളുടെ സംസ്കാരം. ഇവർക്ക് വിശ്വാസമില്ലാത്തവരെ ആരും വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ. അമ്മ ഒരിടത്തും താൻ ദൈവമാണെന്നോ പ്രവാചകനാണെന്നോ പറഞ്ഞിട്ടില്ല. എന്നിൽ എല്ലാവരും വിശ്വസിക്കണം എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദിവസത്തിൽ 5 നേരം മൈക്ക് വെച്ച് വിളിച്ചു പറയാനും നിർബന്ധിച്ചിട്ടില്ല. വിശ്വാസികളല്ലാത്തവരെ വാളിന് ഇരയാക്കിയിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാൻ വിശുദ്ധ യുദ്ധമെന്ന ആക്രമം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ല. താൻ പറയുന്നതെല്ലാം ദൈവവചനങ്ങളാണെന്നും വിശ്വസിപ്പിച്ചിട്ടില്ല. മറ്റു വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പ്രചരിച്ചിട്ടില്ല. മറ്റു വിശ്വാസികൾ നരകത്തിൽ പോകണമെന്ന് ശപിച്ചിട്ടില്ല. മറ്റു വിശ്വാസികൾ ജീവിക്കാൻ അർഹനല്ല എന്നും പറഞ്ഞിട്ടില്ല. AK ആന്റണി മാതാ അമൃതാനന്ദമയെ ദർശിച്ചപ്പോൾ EK നായനാർ ഒരിക്കൽ പറഞ്ഞതൊന്ന് ഓർത്തുപോകുന്നു. മമ്മൂട്ടിയും സിൽക്ക് സ്മിതയും പോലെയെന്ന് വിമർശിച്ചുകൊണ്ട് സംബോധന നടത്തി ആക്ഷേപിച്ച വാർത്ത പത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. ആരും മറന്നിട്ടില്ല. അമേരിക്കയിലേക്ക് ടാക്സി പിടിച്ചു പോയവൻ മഠങ്ങളിലെ കിണറുകളിൽ ചത്തുപൊന്തിയ മാലാഖമാരെ കണ്ടില്ല. ശേഷം ബിഷപ്പ് ഫ്രാങ്കോയെ കണ്ടില്ല. ഒരു സൈഡിൽ ഭൗതികവാദം, മറ്റു സൈഡിൽ വോട്ട് കിട്ടാനുള്ള കപട മതസ്നേഹം. ഒഴിവു സമയങ്ങളിൽ ബാക്കിയുള്ള മതങ്ങളെ വർഗീയവാദം പറഞ്ഞ് തമ്മിലടിപ്പിക്കുക. നിങ്ങൾ ഏത് പാർട്ടിയെ പിൻപറ്റിയവരായിക്കൊള്ളൂ. അവസരവാദികളായ ഈ ചെന്നായ വർഗങ്ങളെ തിരിച്ചറിയുക, അകറ്റി നിർത്തുക നല്ലൊരു കേരളത്തിനായി.